പേര് ബിനീഷ്, നായത്തോട് നിന്നാണ് വരുന്നത്. ഇവള് ജനിച്ച ഒരു കുറച്ച് 10-20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾക്കൊരു പനിയും ബുദ്ധിമുട്ടും വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ ഒരു എക്കോ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. എക്കോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു 8 mm ഗ്യാപ്പിൽ വാൽവ് അടഞ്ഞിട്ടില്ല, അപ്പോൾ അത് കാരണം സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഒരു സിസ്റ്റർ മേമ വഴിയാണ് ഞങ്ങൾ ബ്രദറിനെ അറിയണത്. മേമ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ LF അഡ്മിറ്റ് ആയിരുന്നു അന്നേ സമയം. അപ്പോൾ ബ്രദർ അവിടെ അടുത്ത് എവിടെയോ ധ്യാനത്തിന് പോകുന്ന സമയത്ത് ബ്രദറിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ബ്രദർ ഞങ്ങളെ ഹോസ്പിറ്റലിൽ വന്ന് കാണുകയും ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവന്ന്, അന്ന് കുഞ്ഞ് 20 ദിവസമേ ഉള്ളൂ, 20-25 ദിവസം ആയിട്ടുള്ളൂ ഇവൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നായിരുന്നു. ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവൾക്ക് സർജറി ഒന്നും ആവശ്യമില്ല, ഇവളുടെ അസുഖം മാതാവ് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ബ്രദർ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ബ്രദർ പോയി. ഞങ്ങളും റൂമിലേക്ക് പോയി. അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ പറഞ്ഞു നമുക്ക് വീണ്ടും എക്കോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ലിസിയിൽ ചെന്നപ്പോൾ അവിടെയും വീണ്ടും എക്കോ ചെയ്തു. എക്കോ ചെയ്തപ്പോൾ 8 mm LF പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു 6 mm ആയിട്ട് കുറഞ്ഞായിരുന്നു. അത്രയും ഗ്യാപ്പ് അടഞ്ഞായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് സർജറിയുടെ ആവശ്യമില്ല, തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി 6 മാസം കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി എക്കോ ടെസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് ഇവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് തീരെ ചെറുതായിട്ട് അടഞ്ഞായിരുന്നു. സർജറിയുടെ ആവശ്യമില്ല എന്ന് അന്ന് ഡോക്ടറും പറഞ്ഞു, ബ്രദർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സർജറിക്കൊന്നും വിധേയനായിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി ഒരുങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ വാൽവിൻ്റെ ഗ്യാപ്പ് തീരെ കുറവായിട്ട് അടഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളോട് എക്കോ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് ചെയ്യാൻ പോയിട്ടില്ല. ഇവക്കൊരു ബുദ്ധിമുട്ടും അത് പിന്നെ ഉണ്ടായിട്ടില്ല. ഇവക്കിപ്പോൾ 4.5 വയസ്സായി, യാതൊരു കുഴപ്പവും ഇവക്ക് ഉണ്ടായിട്ടില്ല. ബ്രദറിനും പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് ഈ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കി. ഹാർട്ടിൻ്റെ ദ്വാരം, വാൽവിൻ്റെ ദ്വാരം അല്ലേ, വാൽവിൻ്റെ ദ്വാരം അത്ഭുതമായിട്ട് അടഞ്ഞു. അത് ഈശോ ആണ് തൊട്ട് സൗഖ്യപ്പെടുത്തിയത്. ഈശോയ്ക്ക് മഹത്വം.